to our YouTube channel. Hi guys. Guys, അങ്ങനെ ശ്രീലക്ഷ്മിനെ താത്ത ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ വന്നോളൂ. പാലപ്പെട്ടി ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്ത് ഞങ്ങൾ പൊളിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോ റിയാക്ഷൻ ചാലഞ്ച് ആണ് ഗൈസ്. നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പ്രഷൻ ഇല്ലാതെ റിയാക്ഷൻ ഇല്ലാതെ കഴിക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച്. നമ്മള് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കൊടുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഉള്ളി, മുളക്, കൈപ്പയ്ക്ക, പുളി, ഉപ്പ്, പിന്നെ നാരങ്ങ പിന്നെന്താ, പിന്നെ മുളക്. അതിലെന്താന്ന് ഏലക്കായ, കറുകപ്പട്ട, ഡ്രസ്സൊക്കെ പാർന്ന് നല്ല കാറ്റുണ്ട്. ഇവിടെ ആരില്ല. ഇവിടെ ബിരിയാണി വെക്കണോണ്ട് ഇതിന്റെ ഇടയ്ക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ബിരിയാണി ഉണ്ടാക്കോ. മാത്രല്ല ചായ ഉണ്ടാക്കാം. പിന്നുണ്ടല്ലോ ഗൈസ്, ഇവിടെ മഴ പെയ്യാൻ പോവാണ്. മഴയും കൂടി പെയ്ത ഈ ഒരു ഓലയുടെ ഇതില് ആംബിയൻസിൽ വൈബാവും ഗൈസ്. തെറ്റാവും ഗൈസ്. നമ്മൾ ആദ്യം ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നന്ദുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു തുള്ളി പോരെ ഗൈസ്. കുറച്ചുകൂടി എടുക്കണം. അങ്ങനൊന്നും വേണ്ട, കുറച്ച് മതി. അത്രയൊന്നും വേണ്ട, നിങ്ങളും കഴിക്കണം. ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉപ്പ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? കഴിച്ചടി. ഞാനല്ലേ അടുത്തത് അല്ല ശ്രീലക്ഷ്മി അല്ലേ? അയ്യോ കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഐശുവിന്റെ ടേണാണ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. കുറച്ചധികം എടുക്കണം കേട്ടോ. ഇവള് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോണത് പുളിയാണ് ഗൈസ്. പുളി ഞാൻ ആ ഉപ്പാണെന്നുണ്ടെങ്കിൽ ചമച്ചിറക്കിട്ടോ. ഞാൻ പുള്ളി ഇറക്കിയിട്ടില്ല, ചമച്ചില്ല. അടുത്തതായി നമ്മൾ എടുക്കാൻ പോണത് പുളിയാണ് ഗൈസ്. പുളി ലവർ. എത്ര വേണമെങ്കിലും ഉപ്പ് വേണം കൂട്ടി കഴിക്കാം. ഫുള്ള് കഴിക്കണം. വേണ്ട, കുറച്ച്. ബാക്കി ഞങ്ങൾക്ക് ഉപ്പിട്ടിട്ട് തിന്നാനുള്ളതാണ്. അപ്പൊ കുറച്ച് വേണോ? നോക്കി എത്ര വലുതാത്. എടുത്തോ, വെള്ളം ഇറക്കണ്ട, തിന്നോ. ഞാൻ കഴിക്കാൻ വേണം. ആസ്വാദനം പാടില്ല കേട്ടാ. പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. നല്ല ടേസ്റ്റുള്ള പുളി. എവിടുന്ന് വാങ്ങിയ കടയെന്ന് ശരിക്കും നല്ല എക്സ്പ്രഷൻ ചെയ്യാം. തമ്മിച്ച് കാണാം. ഞാൻ കഴിക്കാൻ കഴിച്ചു. പുളി തിന്നുമ്പോ ആർക്കും പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ല. കാരണം എല്ലാരും പുളി ലവേഴ്സ് ആണ് കേട്ടോ. ഉപ്പും മുളക് കൂട്ടി ഇങ്ങനെ മുളക് വെളിച്ചെണ്ണ എല്ലാം അതിങ്ങനെ പീക്കി 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 കഴിഞ്ഞതിന് ശേഷം കയ്യിൽ നക്കുക. ഫുള്ള് തിന്നില്ല, എല്ലാരും ഒരുമിച്ചാണ് തിന്നാൻ പോണത്. അടുത്തത് ഗൈസ് മുളക്. ഈ ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, പിന്മാറിയിരിക്കുന്നു. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനിത് പിന്മാറി. നിങ്ങൾ ചെയ്തോ? ഇത് പറ്റില്ല. ചെറിയൊരു പൈസ കൊടുക്കണം. ഓക്കെ,
അടിക്കണ്ട, വെറുതെ പൊത്തി പിടിക്കൊന്നും വേണ്ട. തുമ്മടിച്ചു ഞാൻ. നല്ല എരിവുണ്ട്. ഇത് കഴിക്കാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത്. ഞാൻ വിഴുങ്ങി ഈ ഒരു ചാലഞ്ചിന് അഴിച്ചു തോറ്റിരിക്കില്ല. നാരങ്ങ കഴിക്കുമ്പോ എന്താ എക്സ്പ്രഷൻ എനിക്ക് തോന്നുന്നു. അത് കഴിക്കുമ്പോഴായിരിക്കും എക്സ്പ്രഷൻ വരിക. അത് നന്നായിട്ടാടേ. ഇത് പൊളിക്കണില്ലേ? ഓറഞ്ച് അടുത്ത് നമ്മള് മിനി ഓറഞ്ച് ആണ് കഴിക്കാൻ പോണത്. ഫസ്റ്റ് ആരാ കഴിക്കുന്നത്? ഫസ്റ്റ് നന്ദു. അടുത്ത് കഴിച്ചു. നല്ല കുട്ടിയാണ്. കൈപ്പറ്റ നന്ദുവിന് പണ്ട് മുതൽ നല്ല ഇഷ്ടാണ്. എനിക്ക് ചെറുത് കിട്ടിയപ്പോൾ കൈസ് ഇങ്ങനെ ഫൗള് കളിക്കണം. പകുതി മതി എടുക്കാം നമുക്ക്. ഇതിന്റെ പറ്റില്ല, ഒരെണ്ണം അതിന്റെ പുളിയെടുത്ത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അത് ഫൗളാട്ടാ. നിന്റെ വായല് കുറച്ച് പുളിതായോ? അതൊന്നും പറ്റില്ല. നമ്മള് ഈ കായ്പയ്ക്ക് പണ്ടേ ഇഷ്ടമല്ലേ. ഞാൻ എങ്ങനെ കഴിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഔട്ട് ആവുന്ന പറയാണ്. കയ്പയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വറുത്താലിക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഇഷ്ടം. മറ്റേ കടിക്ക് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ നിക്കല്ലേ. ആ ചമക്ക് പറ്റില്ല. ചമച്ചിട്ടും കൂടി ഇല്ല. ഒന്നും ചെയ്യണില്ല ഗൈസ്. വെറുതെ വായിലിരിക്കുകയാണ്. ശ്രീ കഴിക്കോ? കഴിക്കടി കഴിക്കടി. കയ്പില്ലട്ടാ, തീരെ കയ്പില്ല. ഇല്ല കഴിച്ചോ. ചമക്ക് പറഞ്ഞോട്ടെ. ചെറുനാരങ്ങ തിന്നില്ല. ചെറുനാരങ്ങ തിന്നിരുന്നെങ്കിൽ കയ്പ് തോന്നില്ല. ഒരുപാട് കയ്പ് പറഞ്ഞിട്ട് കയ്പില്ലാന്നൊക്കെ അങ്ങനെ നിങ്ങള് കഴിഞ്ഞിട്ട് ഓള് അതില്ലേ ഇനി മുട്ടായി. ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ഗൈസ്. അടുത്തതായി ചോക്ലേറ്റ് ആണ്. ഒരു ടേസ്റ്റില്ലാത്ത ചോക്ലേറ്റ് ആണെന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് കഴിക്കുമ്പോഴേ ഒരു രസമില്ലാത്ത മിഠായിയാണ്. എക്ലെയറിന്റെ ഒരു ഛർദിക്കാൻ വരുന്ന പോലെ ഞാൻ കഴിക്കാം. ഞാന് കഴിച്ചോ. എന്താ ഇറക്കാൻ പറ്റത്? ഇറക്കണ്ട, മെല്ലെ മെല്ലെ തിന്നാ മതി. അഞ്ചുശ്രീ കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ? ടേസ്റ്റാണേ. കടിക്കുമ്പോ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ തൂച്ചു. കുഴപ്പമില്ല, ഇനി ഞാനും കഴിക്കാം. കുഴപ്പമില്ല, നല്ല മിഠായാണ്. അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും അത്ര ബോറുമല്ല. രണ്ടിന്റെ കഴിച്ചോണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഉപ്പും നമ്മളെ പുളി നമുക്ക് ഉപ്പിലിട്ടിട്ട് ഉപ്പിലിട്ടിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം. കുഴച്ചെടുത്ത് തിന്നാം. നമ്മള് ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇങ്ങനെ തിരുമ്പ്
തിരുമ്പാണ് ഗൈസ്. നമ്മളവിടെ മാത്രം തിരുമ്പാന്ന് പറയുള്ളൂ. അവിടെ തുണി കഴുകണേന് തിരുമ്പാന്നാണ് പറയാ. നമ്മളോട് പറയാ. പുറത്തൊക്കെ ചില സ്ഥലത്തൊക്കെ അലക്കുക, പിന്നെ വേറെ കാര്യമൊക്കെ പറയും. ഇംഗ്ലീഷിൽ വാഷ് ചെയ്യാന്ന് പറയും. ഇവളീ പുളി വാഷ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. അതെ, നന്നായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം. സോ ടേസ്റ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൈ കടയുന്ന ട്രൈപോഡും പിടിച്ചിട്ട് ഒക്കെ പിടിച്ചിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. അയ്യോ, ഒന്നും ഇവിടെ രണ്ടാ നമുക്ക് ഇട്ടോണ്ടാ. ഞാൻ ഇട്ടോണ്ട് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. എല്ലാവരും തന്നെ അടിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ചാലഞ്ച് വീഡിയോ ഡൺ. 4. ബൈ ഗൈസ്. ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിടുക. എന്നാലും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ ബൈ, സീ യു. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ, സീ യു. ബൈ.